അപ്പോൾ ഹലോ ഗൈസ്, ഞാനിന്ന് വന്നേക്കുന്നതെന്ന് വെച്ചാൽ വേറൊന്നുമല്ല. ഞാൻ കഴിഞ്ഞിടയ്ക്ക് 500 കോയിൻ മുടക്കി ഒരു മാനേജർ എടുത്തായിരുന്നു. സത്യം പറയാലോ, വെറും വെറുത്തിയാണ്. അതായത് എനിക്കൊന്നും പറയില്ല. ഇതിന് മുന്നേ ഇത്രയും മാനേജേഴ്സായിരുന്നു എനിക്കുള്ളത്. ഫ്രാങ്ക് ലാംപാർഡ് കഴിഞ്ഞ തൊട്ട് എടുത്തതാണ്. ഈ ഫ്രാങ്ക് ലാംപാർഡിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് തന്നെ. ലൂയിസ് റോമ, ബാഡ് കോയിൻ, GP കോഴ്സോ, പിന്നെ അത്രയും മാനേജർ. പിന്നെ എൻ്റെ ഈ മാനേജറിന് കിട്ടിയ പിന്നെ എൻ്റെ ജീവിതത്തിൽ മാറിയിട്ടുള്ള പെസ്സിൽ മാറിയിട്ടുള്ള കാഴ്ചപ്പാടാണ്. അപ്പം ഈ മാനേജറാണ് ഞാൻ പറഞ്ഞിട്ടുള്ള വെയിറ്റ്. ഇതാ ഫ്രാങ്ക് ലാംപാർഡ്. ഇതാണ് ഞാൻ പറഞ്ഞ മാനേജർ. ഒന്നും പറയില്ല, വിഷയം കളിയാ. ഇതാ ബൂസ്റ്റർ 30 ബാലൻസ് ഒന്ന് കിട്ടും. പിന്നെ 30 വയസ്സുള്ള പ്ലേയേഴ്സിനാണ് അഫൻഷൻ. പിന്നെ കിക്ക് കൗണ്ടർ 88, ഔട്ട് വൈഡ് 88. അപ്പോൾ ഒന്നും പറയാനില്ല, വിഷയമാണ്. പെട്ടെന്ന് കൗണ്ടർ നടത്തേണ്ട ഒരു മാനേജറാണ്. അതായത് പെട്ടെന്ന് ഒരു ലോങ് ബോൾ കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് എയറിൽ കൂടെ കൊടുത്താലും ഇല്ലേ, സൈഡിൽ കൂടെ കയറി പെട്ടെന്ന് ഗോൾ വയ്ക്കാൻ പറ്റുന്ന ഒരു മാനേജറാണ് ഈ മാനേജർ. ഒന്നും പറയത്തില്ല, വിഷയമാണ്. പിന്നെ ഫ്രാങ്ക് ലാംപാർഡ്. ലൂയിസ് റോമൻ്റെ ഞാൻ കാണിച്ചു തരാം. ലൂയിസ് റോമനെ ഇതിനു മുന്നേ ഉപയോഗിച്ച ലൂയിസ് റോമനാണ്. പൊസിഷൻ 88 ഉള്ളത് ലൂയിസ് റോമൻ. വേറെ ഒന്നുമില്ല, ബൂസ്റ്റഡ് ഒന്നുമില്ല. ഇതാണ് ലൂയിസ് റോമൻ. വലിയ കുഴപ്പമില്ലാത്ത മാനേജറാണ്. റേറ്റിംഗ് ഒക്കെ കൂടും, പൊസിഷനും കൂടും. പിന്നെ ഞാൻ എൻ്റെ ഗെയിം പ്ലാൻ കാണിച്ചു തരാം. അത്യാവശ്യം നല്ല റേറ്റിംഗും ഉണ്ട്. നല്ല ഗെയിം പ്ലേയിൽ നല്ല കാഴ്ചപ്പാട് വെക്കാൻ പറ്റിയ മാനേജറാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ സത്യം പറയാലോ, എനിക്ക് ഈ മാനേജർ പിടിച്ചു. അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ ലോങ് ബോൾ വേണ്ടവർക്ക് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ പുതിയതായിട്ടൊരു മാനേജർ വന്നല്ലോ, പേരെന്തായിരുന്നു? ഫ്രാങ്ക് റൈഗാർഡ്. ഒന്നും പറയില്ല, വിഷയം കാർഡാണ്. പക്ഷെ ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചു. പിന്നെ പൊസിഷൻ ഗെയിം ലോങ് ബോൾ കൗണ്ടറുമാണ് ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചു. ക്യാപ്റ്റനാവുന്ന 23 വയസ്സ് താഴെയുള്ളവരാണ്. പിന്നെ ഒരു ലോ പാസ് ബൂസ്റ്റർ ക്രാഫ്ഷൻ.